ഞങ്ങളിൽ ചില തിരുവനന്തപുരത്തെ എഴുത്തുകാരികൾ, പത്രപ്രവർത്തകർ, അങ്ങനെയുണ്ടായ ഒരു സംഘം യുവകലാസാഹിതി, വനിതാ കലാസാഹിതി എന്ന പേരിൽ ഉണ്ടായ ആ സ്ത്രീകളുടെ കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ ഈ മരം ഇവിടെ നട്ടത്. ഇത്രയും വലിയൊരു മരമാക്കി വളർത്തുന്നതിന് പിന്നിൽ ഒരുപാട് സ്ത്രീകളുടെ അധ്വാനമുണ്ട്. എഴുത്തും വായനയും ചിന്തയും ഒക്കെ സ്വന്തമായ മലയാളികൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ മറക്കാതെ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ഈ നീർമാതള ചുവട്. നീർമാതളം പൂത്ത കാലം. നീർമാതള പൂക്കളുടെ സുഗന്ധം കാറ്റിൽ വന്നെത്തുന്ന എത്രയോ നേർത്ത ഒരു ഗാനശകലം പോലെയാണ്. ചെണ്ട കൊട്ട് പോലെയുള്ളതും വീണത്തൊലി പോലെയുള്ളതുമായ ഗന്ധങ്ങൾ മറ്റു ചില പുഷ്പങ്ങൾക്കുണ്ടായേക്കാം. ഉദാഹരണത്തിന് ചെമ്പകം, തായമ്പക പോലെയല്ലേ അതിൻ്റെ മണം? നീർമാതള പൂക്കളുടെ മണം അമ്മയുടെ താരാട്ടായിരുന്നു. രാത്രി കാലങ്ങളിൽ ഞാൻ ഉറങ്ങിക്കിടക്കുന്ന അമ്മയുടെ ആശ്ലേഷണത്തിൽ നിന്ന് സ്വന്തം ശരീരത്തെ മോചിപ്പിച്ച് എത്രയോ തവണ ജനലിലേക്ക് ഓടിയിട്ടുണ്ട്. പൂത്തു നിൽക്കുന്ന നീർമാതളം ഒരു നോക്കുകൂടി കാണുവാൻ. നിലാവിലും നേർത്ത നിലാവായി ആ ധവളിമ പാമ്പിൻ കാവിൽ നിന്ന് ഓരോ കാറ്റ് വീശുമ്പോഴും തിരുവാതിരക്കുളി കഴിഞ്ഞ പെൺകിടാവെന്ന പോലെ വിറച്ചു. വിറയലിൽ എത്രയോ ശതം പൂക്കൾ നിലം പതിച്ചു. 4 മിനുത്ത ഇതളുകളും അവയ്ക്ക് നടുവിൽ ഒരു തൊങ്ങലും മാത്രമേ ആ പൂവിന് സ്വന്തമായി ഉണ്ടായിരുന്നുള്ളൂ. അത് വാസനിച്ചു നോക്കുമ്പോൾ വാസനയില്ലെന്നും നമുക്ക് തോന്നിയേക്കാം. ഞെട്ടറ്റ് വീഴുന്നതിന് മുമ്പ് അത് ചുറ്റുമുള്ള അന്തരീക്ഷത്തെ സുഗന്ധിയാക്കി, അതും ഒരാഴ്ച കാലത്തേക്ക് മാത്രം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് മാനവീയം വീഥിയിലാണ്. നമ്മുടെ കേരളത്തിൻ്റെ മലയാളികളുടെ സാംസ്കാരിക ഇടനാഴിയിൽ. ഇവിടെ നീർമാതളം പൂത്ത് പരിലസിച്ച് നിൽക്കുകയാണ്. 10 വയസ്സുള്ള നീർമാതളം. ഇത് നട്ടത് 2013 മെയ് 31-നാണ്. ഞങ്ങളിൽ ചില തിരുവനന്തപുരത്തെ എഴുത്തുകാരികൾ, പത്രപ്രവർത്തകർ, അങ്ങനെയുണ്ടായ ഒരു സംഘം യുവകലാസാഹിതി, വനിതാ കലാസാഹിതി എന്ന പേരിൽ ഉണ്ടായ ആ സ്ത്രീകളുടെ കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ ഈ മരം ഇവിടെ നട്ടത്. ഗീതാ നസീർ എന്ന സാംസ്കാരിക, സാമൂഹ്യ, രാഷ്ട്രീയ മാധ്യമ പ്രവർത്തകയുടെ ചിന്തയിലാണ് ആദ്യം ഇങ്ങനെയൊരു മരത്തെക്കുറിച്ചും ഇങ്ങനെയൊരു ഓർമ്മ മരം, മാധവിക്കുട്ടി, കമലാ സുരയ്യ, കമലാദാസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരിക്ക് വേണ്ടി മാനവീയം വീഥിയിൽ നടണമെന്നുള്ള ഒരു ചിന്ത വന്നത്. അന്നത്തെ വനം വകുപ്പ് മന്ത്രിയായിരുന്ന ബിനോയ് വിശ്വം ഈ തൈ ഞങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ചു. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു സ്ത്രീ കൂട്ടായ്മ ഇവിടെ ഈ മരം നട്ടത്. ആകെ 5 or 6 ഇലകളുള്ള ഒരു കുഞ്ഞു തൈയായിരുന്നു അത്. നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി സുഗതകുമാരി, വിപ്ലവ നായിക കൂത്താട്ടുകുളം മേരിക്ക് നൽകിയിട്ടാണ് ഈ തൈ ഈ മാനവീയം വീഥിയിൽ ആദ്യമായി നടുന്നത്. നട്ട ദിവസം മുതൽ അതിന് കുറേ അമ്മമാരുണ്ടായി. ഓരോരുത്തരായി അതിനെ എങ്ങനെയാണ് വളർത്തുന്നത്, കൈ വളരുന്നോ കാല് വളരുന്നോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഏറ്റവും സന്തോഷത്തോടു കൂടി, ഏറ്റവും സ്നേഹത്തോടു കൂടി വളർത്തിയെടുത്തൊരു മരമാണിത്. ഞാൻ നടക്കാൻ വരുമ്പോൾ മിക്കവാറും ദിവസങ്ങളിലൊക്കെ തന്നെ വെള്ളവുമായിട്ടായിരുന്നു വീട്ടിൽ നിന്ന് വരുന്നത്. അതിന് പലപ്പോഴും അതിനകത്ത് ചില പുഴുക്കൾ വരുമായിരുന്നു, നീലി ബഗ് എന്നുള്ള കീടാണു വരുമായിരുന്നു. ഈ മരത്തൈക്ക് ഉണ്ടായ അസുഖങ്ങളെയൊക്കെ മാറ്റി ഇത്രയും വലിയൊരു മരമാക്കി വളർത്തുന്നതിന് പിന്നിൽ ഒരുപാട് സ്ത്രീകളുടെ അധ്വാനമുണ്ട്. മീര അശോക്, ഷീല രാഹുലൻ, നേരത്തെ പറഞ്ഞല്ലോ ഗീതാ നസീർ, പിന്നെ വിജയമ്മ എന്നൊക്കെ പറയുന്നവർ ഓരോ ദിവസവും പുകയില കഷായവും വെളുത്തുള്ളി കഷായവും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇതിനെ ഒഴിച്ച് ഇതിനെ നോക്കിയും കൈ വളരുന്നോ കാൽ വളരുന്നോ എന്നൊക്കെ പറഞ്ഞ് നോക്കി വളർത്തിയ ഒരു മരമാണിത്. പിന്നെ ഒരു ദിവസം അപ്രതീക്ഷിതമായി ജയദാസ് എന്ന് പറയുന്ന ഒരു കൃഷി ഓഫീസർ വന്നു. പിന്നീട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരത്തെ വളർത്താൻ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ശാസ്ത്രീയമായി തന്നെ അതിന് വെള്ളവും വളവും കീടനാശിനികളും ഒക്കെ നൽകി അതിനെ വളർത്തുകയാണ് ഉണ്ടായത്. 2018 ഏപ്രിൽ 18-നാണ് ഇത് ആദ്യത്തെ പൂവിടുന്നത്. അതിനു മുമ്പ് ഞങ്ങളാരും നീർമാതളപ്പൂ കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മാധവിക്കുട്ടി എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു 4 ഇതളുകളുള്ള ചെറിയൊരു മണമുള്ള ഒരു പൂവാണ് എന്ന്. പക്ഷെ ആദ്യമായി നീർമാതളം പൂത്ത ദിവസം ഞങ്ങളെല്ലാവരും ഓടിയെത്തി ഇതിൻ്റെ പൂക്കൾ കാണാൻ. അന്നു മുതൽ എല്ലാ പൂക്കാലങ്ങളും ഞങ്ങൾക്ക് ഉത്സവകാലങ്ങളാണ്.
എല്ലാ നീർമാതളം പൂക്കുന്ന ഓരോ സമയത്തും ഇതിൻ്റെ ചോട്ടിലെത്താനും ആ പൂക്കളെ കാണാനും അതിനെ വാസനിക്കാനുമൊക്കെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഇവിടെ ഉള്ളത്. നീർമാതളത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ പിറന്നാളുകളെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. മെയ് 31-നാണ് ഇത് നട്ടത്. എല്ലാ വർഷവും മെയ് 31-ന് ഈ മരത്തണലിൽ വലിയ ആഘോഷം, പിറന്നാൾ ആഘോഷം ഞങ്ങൾ നടത്താറുണ്ട്, കോവിഡ് കാലത്തൊഴിച്ച്. അന്ന് പായസം വെച്ച് ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. ഈ മരത്തെ അണിയിച്ചൊരുക്കുക, അതായത് പൂക്കളും വളകളും കൊണ്ട് അണിയിച്ചൊരുക്കുക, അതിൻ്റെ ചുറ്റും മൺചരാതുകൾ കത്തിച്ച് വെച്ച് അതിന് വെളിച്ചം നൽകുക. അങ്ങനെ ഒരു വലിയ ഉത്സവമായിട്ടാണ് ഓരോ പൂക്കാലവും നമ്മൾ കൊണ്ടാടാറുള്ളത്. ഇതിൻ്റെ ചോട്ടിൽ നടന്ന പരിപാടികൾക്ക് കണക്കില്ല. എത്ര ഐക്യദാർഢ്യ സമരങ്ങളാണ് നടന്നിട്ടുള്ളത്, എത്ര പുസ്തക പ്രകാശനങ്ങൾ, എത്ര അവാർഡ് ദാനങ്ങൾ, എത്ര വിവാഹ സൽക്കാരങ്ങൾ, എത്ര പിറന്നാളുകൾ. അങ്ങനെ ഇതിൻ്റെ ചോട്ടിലെ സ്ത്രീ കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീട്ടിൽ നിന്ന് മറ്റൊരിടം തന്നെയാണ് ഈ നീർമാതളത്തിൻ്റെ ചുവട്. ഇടം എന്ന് പറയുമ്പോൾ ഞങ്ങൾ സ്ത്രീകൾക്കായി പൊതു ഇടത്ത് സൃഷ്ടിച്ചതും ഇതിൻ്റെ ചുവട്ടിലാണ്. എന്തുകൊണ്ട് സ്ത്രീകൾക്ക് സന്ധ്യയാകുമ്പോൾ പുറത്തു പോയിക്കൂടാ, എന്തുകൊണ്ട് പൊതു ഇടത്തിൽ സ്ത്രീകൾക്ക് പോയിരുന്ന് സംസാരിച്ചുകൂടാ, ചായ കുടിച്ചുകൂടാ എന്നൊക്കെ ഞങ്ങളുടെ ഉള്ളിലുണ്ടായ ഒരു ആശയത്തെ ഞങ്ങൾ ശരിക്കും പ്രാവർത്തികമാക്കിയത് ഇതിൻ്റെ ചോട്ടിലാണ്. മൂന്നാമത്തെ വെള്ളിയാഴ്ചകളിൽ 5 മണിക്ക് പല സ്ഥലത്തു നിന്ന് പല വിഭാഗക്കാരായ സ്ത്രീകൾ ഒന്നിച്ചു കൂടി എത്രയോ കാലം ഞങ്ങൾ ഇതിൻ്റെ ചോട്ടിൽ സമ്മേളിച്ചിരുന്നു. ഇടം എന്നുള്ള ആ പൊതു ഇടത്ത് സ്ത്രീകൾക്കും ഉപയോഗിക്കാം, പൊതു ഇടത്ത് സ്ത്രീകൾക്കും പുറത്തു പോയി സന്ധ്യകൾ ചിലവഴിക്കാം എന്നുള്ള വലിയ ഒരു സങ്കല്പത്തെയാണ് ഞങ്ങൾ ഇവിടെ യാഥാർത്ഥ്യമാക്കിയത്. എത്ര സുഹൃത്തുക്കളാണ് വിദേശത്തു നിന്നാണെങ്കിലും സ്വദേശത്തു നിന്നാണെങ്കിലും ഇവിടെ വരുമ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ചോട്ടിൽ വിളിച്ചു കൊണ്ടുവരികയും അവരിൽ പലരും ഇതിൻ്റെ ചോട് വൃത്തിയാക്കാൻ കൂടി ഞങ്ങളുടെ കൂടെ പല സമയത്തും കൂടിയിട്ടുണ്ട്. മല്ലിക സാരാഭായി ഇതിൻ്റെ ചോട്ടിൽ നൃത്തം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എത്ര പ്രശസ്തരാണ് ഇതിൻ്റെ ചോട്ടിൽ വന്ന് നമ്മളോട് സംസാരിക്കാനും നമ്മളോട് പുതിയ ആശയങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെ ഞങ്ങളോടൊപ്പം കൂടിയിട്ടുള്ളത്. ഇതിന് ചോട്ടിലെ സ്ത്രീ കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം വരും തലമുറയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞ ഏറ്റവും വലിയ ഒരു കാര്യമാണിത്. അതായത് മാധവിക്കുട്ടിയെ പോലെ എഴുത്തുകാരിക്ക് വേണ്ടി കോൺക്രീറ്റിലോ ഇരുമ്പ് കമ്പികളിലോ ഉണ്ടാക്കുന്ന ഒരു സ്മാരകത്തെക്കാട്ടിയും എത്രയോ ജൈവികമായ ഒരു ചിന്തയാണ് ഒരു മരം, ഒരു ഓർമ്മ മരം, അത് അവരുടെ കൃതികളിലെ പ്രിയപ്പെട്ട നീർമാതളം തന്നെ നട്ടു വളർത്തി വലുതാക്കി അതിനെ ഒരു ആളുകളെല്ലാവരും കൂടുന്ന ഒരു ഇടമാക്കി മാറ്റുക എന്നുള്ളത് ആ വലിയ ഒരു സങ്കല്പമാണ് ഞങ്ങൾക്കിവിടെ ചെയ്യാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ സ്ത്രീകൾ എന്തുകൊണ്ട് പൊതു ഇടത്ത് പോയി കൂടിയിരുന്നു കൂടാ എന്നുള്ള സങ്കല്പത്തെയും ഈ നീർമാതളത്തിൻ്റെ ചോടാണ് സംരക്ഷിച്ചെടുക്കുന്നത്. ഇതിൻ്റെ ചോട്ടിലിരുന്ന് ഞങ്ങൾ കണ്ട വലിയൊരു സ്വപ്നമുണ്ട്. ഈ മാനവീയം വീഥിയിൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ച് വരിക, സ്ത്രീകളും പുരുഷന്മാരും രാപ്പകൽ ഭേദമില്ലാതെ ഒരുമിച്ച് വരിക, അവരുടെ ഉള്ളിലെ ചിന്തകളും അവരുടെ ഉള്ളിലെ പാടാനും ആടാനും ഒക്കെയുള്ള കഴിവുകളും വരയ്ക്കാനും കവിത എഴുതാനും ഒക്കെയുള്ള കഴിവുകൾ പ്രകാശിപ്പിക്കുക എന്നുള്ള ഒരു വലിയ സങ്കല്പം ഇന്ന് അതും പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം മാനവീയം വീഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂറും എന്ന പോലെ തന്നെ സാംസ്കാരികമായ ഒരു സാന്നിധ്യമുള്ള ഒരിടമായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാനവീയം വീഥിയിലെ ഈ മരച്ചുവട് എഴുത്തും വായനയും ചിന്തയും ഒക്കെ സ്വന്തമായ മലയാളികൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ മറക്കാതെ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ഈ നീർമാതള ചുവട്. ഇനിയും വരും തലമുറകൾ ഇവിടെ എത്തി മാധവിക്കുട്ടിയെയും നമ്മുടെ മലയാളത്തെയും നമ്മുടെ സാഹിത്യത്തെയും സംസ്കാരത്തെയും ഒക്കെ ഉള്ളിലേറ്റി ഇതിൻ്റെ പൂക്കാലങ്ങൾക്കൊപ്പം എല്ലാ കാലവും ഉണ്ടാകണം എന്നുള്ള ഒരു വലിയ സ്വപ്നമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്.